നെക്സ്റ്റ് ലീഷേറ്റ് കളക്ഷൻ ആൻഡ് റിമൂവൽ സിസ്റ്റം എന്ന് പറയുന്നതാണ്. നിങ്ങൾക്കറിയാം നമ്മൾ സോളിഡ് വേസ്റ്റ് ഡംപ് ചെയ്തെടുത്ത് ലീഷേറ്റ് കളക്ട് ചെയ്യും. ആ കളക്ട് ചെയ്ത ലീഷേറ്റിനെ നമുക്ക് റിമൂവ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെള്ളത്തിന് ആ താഴെ കളക്ട് ചെയ്തിരിക്കുന്ന വെള്ളം കുറച്ച് തിക്കായിരിക്കും, കാരണം വേസ്റ്റും കണ്ടാമിനൻസും ഒക്കെ ഉള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഫോഴ്സ്ഫുള്ളി പമ്പ് ചെയ്ത് കളയേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രാവിറ്റിയിൽ അത് പോവുകയും ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് വി നീഡ് ആൻ ഇന്റർ കണക്ടഡ് പൈപ്പ് നെറ്റ്വർക്ക് ആണ്. അതിനെയാണ് ഈ ലീഷേറ്റ് കളക്ഷൻ ആൻഡ് റിമൂവൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഡയഗ്രം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇത് നിങ്ങൾ വരയ്ക്കേണ്ട, കാരണം ലീഷേറ്റ് കളക്ഷൻ റിമൂവൽ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് വരയ്ക്കേണ്ട ആവശ്യം ഇല്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഡയഗ്രം ആണിത്. നിങ്ങൾ നോക്കിയാൽ കാണാം, ഫസ്റ്റ് ടോപ്പ് സോയിൽ, അതിന്റെ മുകളിൽ വെജിറ്റേഷൻ കാണാം, അതിന്റെ മുകളിൽ ഒരു കവർ കാണാം, പിന്നെ ഒരു കോമ്പാക്റ്റഡ് ക്ലേ ലെയർ കാണാം, അതാണ് കവർ. അതിനുശേഷം ഒരു റെഗുലേറ്ററി ലെയർ കാണാം, ഇതാണ് ശരിക്കും ഗ്യാസ് കളക്ഷൻ ലെയർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് താഴെ നിങ്ങൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സി ലീഷേറ്റ് കളക്ഷൻ ലെയർ എന്ന് പറഞ്ഞിട്ട് താഴെ ലെയർ കാണാം. അപ്പൊ ഈ ലീഷേറ്റ് കളക്ഷൻ ലെയറിലാണ് നമുക്ക് ലീഷേറ്റ് കളക്ട് ചെയ്യേണ്ടത്. ആ കളക്ട് ചെയ്ത ലീഷേറ്റിനെ നേരെ ഈ ഒരു പെർട്ടിക്കുലർ, അതായത് താഴെ ലീഷേറ്റ് കളക്ഷൻ ലെയർ ഉണ്ട്, ആ ലീഷേറ്റ് കളക്ഷൻ ലെയറിൽ നിന്ന് നമുക്കൊരു പൈപ്പുകൾ ഉപയോഗിച്ച് അതിനെ പുറത്തേക്ക് പമ്പ് ചെയ്ത് എടുക്കണം. ഓക്കെ, സോ അത് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ആ ഡ്രെയിനേജ് ലെയർ, ലീഷേറ്റ് കളക്ഷൻ ലെയറിനെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിന് ഏകദേശം തിക്നെസ് ഒരു 30 സെന്റിമീറ്റർ വരും. അത് ചരിഞ്ഞ ഒരു ലെയർ ആയിരിക്കും, അതായത് അതിനൊരു സ്ലോപ്പ് ഉണ്ടായിരിക്കും. 2% അതിനേക്കാൾ ഹയറോ ആയിരിക്കാം. പെർമിബിലിറ്റി വളരെ കൂടുതലായിരിക്കും, എന്നാലും വെള്ളം പെട്ടെന്ന് ഒഴുകി പോകുള്ളൂ ആ ലീഷേറ്റ് കളക്ഷൻ ലെയറിലൂടെ. പിന്നെ ഒരുപാട് പെർഫറേറ്റഡ് പൈപ്പുകളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പെർഫറേറ്റഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ ഓട്ടയുള്ള പൈപ്പുകൾ. ആ ഓട്ട വഴിയായിരിക്കും പൈപ്പിനുള്ളിലേക്ക് ഈ ലീഷേറ്റ് കയറുക, എന്നിട്ട് ആ പൈപ്പിലൂടെ ആയിരിക്കും അത് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, സോ സമ്പുകളും അതുപോലെ തന്നെ പൈപ്പുകളും. സമ്പുകൾ എന്ന് പറഞ്ഞാൽ ഈ വെള്ളങ്ങളൊക്കെ ഒന്നിച്ച് ചേരുന്ന ഒരു പോയിന്റ്. സമ്പുകളും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പൈപ്പുകളും ഉണ്ടായിരിക്കും. ഇനി ലീഷേറ്റ് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് വെർട്ടിക്കൽ വെല്ലുകൾ ഉപയോഗിക്കാം, പമ്പ് ചെയ്യാം. വെർട്ടിക്കൽ വെല്ലുകൾ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് പുറത്തേക്ക് എടുക്കാം, അല്ലെങ്കിൽ സൈഡ് സ്ലോപ്പുകളിൽ നമുക്ക് വെല്ലുകൾ കൊടുത്ത് പമ്പ് ചെയ്തെടുക്കാം. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങളുടെ ലാൻഡ് ഫിൽ പറഞ്ഞാൽ ഇങ്ങനെ 3 ടൈപ്പ് ഉണ്ടാവും. ഒന്ന് എബവ് ഗ്രൗണ്ട് ലാൻഡ് ഫിൽ കണ്ടോ, ലാൻഡ് ഫിൽ ഇങ്ങനെ മുകളിൽ ഗ്രൗണ്ട് ഉണ്ടാവും, ഗ്രൗണ്ടിന്റെ മുകളിൽ ഇങ്ങനെ കൂന കൂട്ടി നിർത്തിയിരിക്കുന്ന പോലെ. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ചിലപ്പോൾ നിങ്ങൾ പമ്പ് ചെയ്യേണ്ട ആവശ്യം വരില്ല. താനെ വെള്ളം സൈഡിലേക്ക്, ഒരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ താനെ വെള്ളം സൈഡിലേക്ക് ഈ സെന്ററിൽ നിന്ന് നിങ്ങൾ നോക്കിയാണ്, ഈ സെന്ററിൽ നിന്ന് 2 സൈഡിലേക്കും ഇവിടെ റിമൂവ് ഈ ഒരു പോയിന്റ് കളക്ട് ചെയ്യപ്പെടും. ആ കളക്ട് ചെയ്ത പോയിന്റിൽ നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്ത് കളയാം ബൈ ഗ്രാവിറ്റി ഓർ പമ്പ്. ബിലോ ഗ്രൗണ്ട് ലാൻഡിലാണെങ്കിൽ നോക്കി, ഈ താഴെ നിന്ന് വെള്ളം മുകളിലേക്ക് നമുക്ക് എടുത്തേ പറ്റും. അപ്പൊ അതിന് വേണ്ടി ഇവിടെ നമ്മൾ പമ്പ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അതേപോലെ സൈഡ് സ്ലോപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഗ്രാവിറ്റിയിൽ താഴേക്ക് ഈ കോമൺ പോയിന്റിലേക്ക് കളക്ട് ഇടാം. അപ്പൊ ഈ ബിലോ ഗ്രൗണ്ട് ലാൻഡിലാണെങ്കിൽ നിങ്ങൾ പമ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം. സോ പമ്പിങ് ചിലപ്പോൾ ആവശ്യം വരും നിങ്ങൾക്ക്, നിങ്ങൾ വെല്ല് ഉപയോഗിക്കുകയാണെങ്കിൽ. അതേപോലെ സൈഡ് സ്ലോപ്പ് അല്ല, നിങ്ങളുടെ ബിലോ ഗ്രൗണ്ട് ലാൻഡിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ പമ്പ് ഉപയോഗിച്ച് റൈസ് ചെയ്ത് എടുക്കേണ്ടി വരും. ഓക്കെ, നല്ല പെർമിബിലിറ്റി ഉള്ള ലെയർ ആയിരിക്കണം ഈ ഡ്രെയിനേജ് ലെയർ, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇനി ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു പൈപ്പ് ആൻഡ് കളക്ഷൻ നെറ്റ്വർക്ക് ആണ്. ഈ ഡയഗ്രം നിങ്ങൾക്ക് വരയ്ക്കാം. അതായത് നിങ്ങൾ നോക്കി, ഇതാണ് നിങ്ങളുടെ ലാൻഡ് ഫില്ല്. ഈ ലാൻഡ് ഫില്ല് ഒരുപാട് പൈപ്പുകൾ ഇങ്ങനെ ഹൊറിസോണ്ടലിയും ആൻഡ് അതായത് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഇട്ടിട്ടുണ്ടായിരിക്കും. അതിനൊരു സ്ലോപ്പ് 2% കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ സ്ലോപ്പ് കൊണ്ട് വെള്ളം കണ്ട ഈ ഒരു കോമൺ പോയിന്റിലേക്ക് വരും. അവിടെ നിന്നായിരിക്കും അത് റിമൂവ് ചെയ്ത് കളയുന്നത്. സമ്പ് വെൽ ഉപയോഗിച്ച് ഈ വെല്ലിലൂടെ ആയിരിക്കും നമ്മൾ പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയുന്നത്. ഈ ഒരു ഡയഗ്രം നിങ്ങൾക്ക് വരയ്ക്കാം ഈ പൈപ്പ് നെറ്റ്വർക്കിന്റെ. പിന്നെ ഈ കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഡ്രെയിനേജ് ലെയർ ആണ് കേട്ടോ. ഇത് മുകളിൽ വേസ്റ്റ് ഉണ്ട്. ആ മുകളിൽ വേസ്റ്റിൽ നിന്ന് വെള്ളം നേരെ താഴെ ഡ്രെയിനേജ് ലെയറിൽ കെട്ടിക്കിടക്കും. ആ ഡ്രെയിനേജ് ലെയറിൽ നിന്ന് കണ്ടോ ഈ പൈപ്പുകൾ, ഈ ലൈൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്ന സാധനമാണ് ഇവിടെ ഈ വട്ടത്തിൽ പൈപ്പായിട്ട് വരച്ചിരിക്കുന്നത്, ക്രോസ് സെക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ കളക്ട് ചെയ്യുന്ന ലീഷേറ്റ് ഈ പൈപ്പിലേക്ക് എൻ്റർ ചെയ്യും. ആ പൈപ്പിലേക്ക് എൻ്റർ ചെയ്യാനുള്ള കാരണം പൈപ്പ് പെർഫോറേറ്റഡ് ആയിട്ടുള്ള പൈപ്പാണ്. എന്നിട്ട് ഈ പൈപ്പിലൂടെയാണ് ഇത് ഈ സമ്പിലേക്ക് വരുന്നത്. എന്നിട്ട് ആ സമ്പിലൂടെയാണ് നമ്മൾ പമ്പ് ചെയ്ത് വെള്ളം പുറത്തേക്ക് കളയുന്നത്. ഈ 2 ഡയഗ്രാംസും നിങ്ങൾക്ക് വരയ്ക്കാം ലീഷേറ്റ് കളക്ഷൻ പൈപ്പ് നെറ്റ്വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, സോ പിന്നീട് അവർ പറയുന്ന കാര്യം ഇതിന്റെ പ്രോസസ്സാണ്. നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത പ്രോസസ്സാണ് ഈ എഴുതിയിരിക്കുന്നത്. ആഫ്റ്റർ ദ സോളിഡ് വേസ്റ്റ് ഇസ് പ്ലേസ്ഡ് ഇൻ ദ ലാൻഡ്ഫിൽ, ലാൻഡ്ഫില്ലിൽ നിങ്ങൾ സോളിഡ് വേസ്റ്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലീഷേറ്റ് താഴോട്ട് ഗ്രാവിറ്റേഷന്റെ എഫക്റ്റിൽ താഴോട്ട് പോകും. ആൻഡ് ഇറ്റ് റീച്ചസ് ദ പ്രൈമറി ലീഷേറ്റ് കളക്ഷൻ സിസ്റ്റം. അത് പ്രൈമറി ലീഷേറ്റ് കളക്ഷൻ സിസ്റ്റത്തിലേക്ക് പോകും. പ്രൈമറി ലീഷേറ്റ് കളക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ ആ ലീഷേറ്റ് കളക്ഷന്റെ ഒരു ലെയറിൽ, ആ ലെയറിൽ ആ വെള്ളം കളക്റ്റഡ് ആവും. എന്നിട്ട് അതിനകത്ത് പൈപ്പുകൾ ഉണ്ടായിരിക്കും. ആ പൈപ്പിലൂടെ ആയിരിക്കും അത് എൻ്റർ ചെയ്യുന്നത്. ഇനി ലീഷേറ്റ് കളക്ഷൻ ലെയർ എന്താണ്, പ്രൈമറി ലീഷേറ്റ് കളക്ഷൻ ലെയർ എന്താണെന്ന് അവർ പറയുന്നുണ്ട്. ദിസ് ലെയർ കൺസിസ്റ്റ് ഓഫ് ഡ്രെയിനേജ് മെറ്റീരിയൽ, യൂഷ്വലി ഗ്രാവൽ. ഞാൻ പറഞ്ഞില്ലേ, ആ കളക്ഷൻ ലെയർ എന്ന് പറഞ്ഞാൽ ഗ്രാവൽ കൊണ്ട് നിറഞ്ഞതായിരിക്കും. കാരണം വെള്ളം എളുപ്പത്തിൽ അതിലൂടെ ഒഴുകി പോകണം, നല്ല പെർമിബിലിറ്റി ഉണ്ടായിരിക്കണം. സോ ഗ്രാവൽ കൊണ്ട് നിറഞ്ഞതായിരിക്കും അത്. ആൻഡ് ഇറ്റ് ഇസ് പ്രൊട്ടക്റ്റഡ് ബൈ ഫിൽട്ടർ ലെയർ, അതായത് സാൻഡ് ഓർ ജിയോ ടെക്സ്റ്റൈൽ ആണ്. അതായത് ഒരു ഗ്രാവൽ ലെയറിന്റെ മുകളിൽ നമ്മൾ സാൻഡിന്റെ ലെയറോ അല്ലെങ്കിൽ ജിയോ ടെക്സ്റ്റൈലോ ഇരിക്കും. അതിനുള്ളിലായിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള എന്ത്, അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡിന്റെ ലെയർ വലിയ വലിയ പാർട്ടിക്കിൾസിനെ ഈ ഒരു പെർട്ടിക്കുലർ ഡ്രെയിനേജ് ലെയറിലേക്ക് എൻ്റർ ചെയ്യാതെ പ്രിവെന്റ് ചെയ്യും. കാരണം വലിയ വലിയ പാർട്ടിക്കിൾസ് ഈ ഡ്രെയിനേജ് ലെയറിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോഗ്ഡ് ആയി കുറെ കഴിയുമ്പോൾ അത് യൂസ്ലെസ് ആയി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പ്രൈമറി ലീഷേറ്റ് കളക്ഷൻ സിസ്റ്റം അല്ലെങ്കിൽ ലെയറിനെ പ്രൊട്ടക്ട് ചെയ്യും, സാൻഡ് ഉപയോഗിച്ചോ ജിയോ ടെക്സ്റ്റൈൽ ഉപയോഗിച്ചോ.
എന്നിട്ട് ആ ലെയറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഫ്ലോസ് അണ്ടർ ദ ഇഫക്ട് ഓഫ് ഗ്രാവിറ്റി ആണ്. അത് നേരെ നിങ്ങളുടെ പെർഫോറേറ്റഡ് പൈപ്പിന്റെ അകത്തേക്ക് കയറും. പെർഫോറേറ്റഡ് പൈപ്പിന്റെ അകത്തേക്ക് കയറിയതിനു ശേഷം അത് ഈ പൈപ്പിലൂടെ ട്രാവൽ ചെയ്ത് സമ്പിലേക്ക് വരും. സമ്പിൽ നിന്ന് നമുക്ക് ഒരു വെർട്ടിക്കൽ വെൽ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ഒരു മാൻഹോൾ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ നമുക്കൊരു എന്താണ് നമുക്കൊരു പമ്പ് ഉപയോഗിച്ചോ നമുക്ക് ഇതിനെ എക്സ്ട്രാക്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് അവർ കാണിച്ചിരിക്കുന്ന ക്രോസ് സെക്ഷൻ. ലീ ഷേപ്പ് കണക്ഷൻ പൈപ്പ് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതാണ് അവരൊരു സാൻഡ് ലെയർ കൊടുത്തിരിക്കുന്നത്. ആ സാൻഡ് ലെയറിന് താഴെ ഒരു ജിയോ ടെക്സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ മുകളിലാണ് നിങ്ങളുടെ വേസ്റ്റ് വരാൻ പോകുന്നത്. അതിന്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഗ്രാവൽ അറേഞ്ച്മെന്റ് കാണാൻ പറ്റുന്നത്. ആ ഗ്രാവൽ അറേഞ്ച്മെന്റിന്റെ ഉള്ളിൽ ഒരു പൈപ്പ് കളക്ഷൻ സിസ്റ്റം പൈപ്പ് കൊടുത്തേക്കാൻ കാണാം. ആ പൈപ്പ് പെർഫോറേറ്റഡ് പൈപ്പ് ആയിരിക്കും. ഓക്കെ, ഇതിലാണ് ലീ ഷീറ്റ് കളക്ട് ചെയ്യുന്നത്. ഇതിന്റെ ഏകദേശം ഡയമെൻഷൻസും നിങ്ങൾക്ക് കാണാം. 60 സെന്റിമീറ്റർ, 50 സെന്റിമീറ്റർ, 15 സെന്റിമീറ്ററിലായിരിക്കും പൈപ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മൊത്തം ഇതിന്റെ ഡെപ്തും 60 സെന്റിമീറ്റേഴ്സ് ആയിരിക്കും. ഫൈൻ. പിന്നെ ഇത് നിങ്ങളുടെ ജിയോ മെംബ്രെയിൻ ലെയർ. ഇത് താഴെ ജിയോ മെംബ്രെയിൻ ലെയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സോയിൽ ആയിരിക്കും. ഫൈൻ. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ ലീ ഷീറ്റ് കളക്ഷൻ സിസ്റ്റം അല്ലെങ്കിൽ കളക്ഷൻ ട്രഞ്ച് എന്ന് പറയുന്നത്. ഈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വരച്ചോളൂ. ഇനി കളക്ട് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ഒന്ന് സോളാർ പോണ്ട് അല്ലെങ്കിൽ ഫോസ്റ്റ് ഇവാപറേഷൻ. നിങ്ങൾ ഈ ലീ ഷീറ്റ് കളക്ട് ചെയ്തതിനെ ഒരു പോണ്ടിൽ സെറ്റിൽ ചെയ്യിപ്പിക്കും. എന്നിട്ട് ആ പോണ്ടിൽ സമ്മർ സീസണിൽ അതിനെ എക്സ്പോസ്ഡ് ആക്കി വെച്ചിട്ട് അതിനെ ഇവാപറേറ്റ് ചെയ്ത് കളയും. പിന്നെ അടുത്ത ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് കൊടുക്കും. ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ കെമിക്കൽ, ഫിസിക്കൽ, ബയോളജിക്കൽ ഇങ്ങനെയുള്ള പ്രോസസ്സുകൾ വഴി വളരെ ടോക്സിക് ആയിട്ടുള്ള ഈ ഒരു പെർട്ടിക്കുലർ ലീ ഷീറ്റിനെ ലെസ് ടോക്സിക് ആക്കി മാറ്റും അല്ലെങ്കിൽ പെർമിസിബിൾ ലിമിറ്റിലേക്ക് ആക്കി മാറ്റും. സോ ദാറ്റ് വി കൻ ഡിസ്ചാർജ് ഇൻ ടു ദ നിയർ ബൈ വാട്ടർ ബോഡീസ്. പിന്നെ റീസർക്കുലേഷനെ കുറിച്ച് പറയുന്നത് ഇതിൽ നിന്ന് കുറച്ച് ലീ ഷീറ്റ് നമ്മൾ തിരിച്ച് ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പോണ്ടിലേക്ക് തന്നെ റീസർക്കുലേറ്റ് ചെയ്യും. നമ്മൾ തിരിച്ചതിനെ റീസർക്കുലേറ്റ് ചെയ്യും. എന്തിന്? നമ്മുടെ ഈ ഒരു മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ലാൻഡ്ഫില്ലിലേക്ക്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ കണ്ട് ആക്റ്റീവ് ആയിരിക്കും. ഇതിൽ മൈക്രോബിയൽ കൾട്ടിവേഷൻ മൈക്രോബിയൽ ഗ്രോത്ത് വളരെ കൂടുതലായിരിക്കും. കുറച്ച് വെള്ളത്തിന്റെ ആവശ്യം കൂടുന്നത് ഈ നമ്മുടെ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് പെട്ടെന്ന് ഡീകമ്പോസ്റ്റ് ആവാൻ സഹായിക്കും. അപ്പൊ അതുകൊണ്ട് കുറച്ച് നമ്മൾ ഈ ലീ ഷീറ്റിനെ റീസർക്കുലേറ്റ് ചെയ്യും. റീസർക്കുലേറ്റ് ചെയ്തതിന് ശേഷം അവിടെ ഫർദർ പ്രോസസ് ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം പിന്നെ ഡിസ്ചാർജ് ആണ്. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ വാട്ടർ സ്ട്രീമിലേക്ക് ആയിരിക്കും നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നത്. സോ ഇതാണ് മൊത്തത്തിൽ പറഞ്ഞാൽ ലീ ഷീറ്റ് കളക്ഷൻ സിസ്റ്റത്തിന്റെ ഒരു പ്രൊസീജിയർ.